ആ ഇവരൊക്കെ കൊത്തൂടെ ഒക്കെ ചെണ്ണനിയന്മാരെ ഇതൊരു ബാച്ചിലെ കോഴികളാ അത് ആ കോഴികൾ ഇവരൊക്കെ അവിടെ കൊത്തൂടില്ല വേറെ ഒക്കെ അടച്ചിട്ട് കൊടുക്കുക അവിടെ വേറെ കണ്ടില്ലാത്തണ്ട് അവര് വശക്ക നമസ്കാരം. കേരള ഹൈടെക് ഫാമിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ രബിൻ. അപ്പം നമ്മൾ ഇന്നൊരു കോഴിക്കൂടാണ് കേട്ടോ പരിചയപ്പെടുന്നത്. അപ്പം നമ്മൾ ഇവർക്ക് മുമ്പ് ഒരു 6 കൊല്ലം മുമ്പ് ഒരു കോഴിക്കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കൂടൊക്കെ ഒരു ചെറിയ കംപ്ലൈൻറ്റ് അടിഭാഗമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ നമുക്ക് വേറെ കൂട് പണി എന്നിട്ട് ഓർഡർ എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ അവിടേക്കാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് 8.3 എന്ന സൈസ് കേട്ടോ. 8 അടി നീളം 3 അടി വീതി, കൂടിൻ്റെ ഉള്ളുയരം 2 അടി, കാലുയരം 3 അടിയുള്ള കൂടാണ്. ഫ്രണ്ടിൽ തീറ്റപ്പാത്രം ഉണ്ട്. 2 ഡോറായിട്ട് ചെയ്തുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇത്രയും വലിയ കൂടെ ആയാലും 2 പാർട്ടായിട്ട് ഡോർ ചെയ്തുള്ളൂ. അല്ലെങ്കിൽ പൊന്തിച്ച് നിർത്താനൊക്കെ മെനക്കട നല്ല വെയിറ്റ് വരും. അപ്പോൾ തീറ്റെടുക്കാനും മുട്ടെടുക്കാനൊക്കെ വെയിറ്റ് വരുമ്പോഴേ അവർക്ക് പിടിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാവും. പിന്നെ അടിയിൽ പ്രൊട്ടക്ഷൻ മെഷ് ഉണ്ട്. 3 പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. പൊതുവെ 2 പാർട്ടീഷനാണ് കൊടുക്കുള്ളൂ. ഇപ്പോൾ ആൾക്ക് വെച്ചാലേ വെറൈറ്റി കുറേ കോഴികളുണ്ട്. ഈ പുള്ളിക്കോഴികൾ പല ടൈപ്പ് ഉണ്ട്. അപ്പോൾ അത് കാരണം 3 പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ സെക്ഷനിൽ പുള്ളിക്കോഴിന് ഇടുന്നതാണ്. അപ്പോൾ അല്ലെങ്കിൽ ക്രോസ് ബ്രീഡ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ അപ്പുറത്ത് നാടനാണ്. അപ്പോൾ ഇതിൽ പുള്ളിക്കോഴി ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഞാൻ പറഞ്ഞല്ലോ സൈസ് പറഞ്ഞാൽ 8.3 സൈസ് കേട്ടോ. 8.3 3 കള്ളി. പിന്നെ അടിയിൽ നമുക്ക് വേസ്റ്റ് ട്രേ ഉണ്ട്. പ്ലാസ്റ്റിക്കിന് നല്ല ക്വാളിറ്റി ഉള്ള വേസ്റ്റ് ട്രേ. പിന്നെ ഡബിൾ ലെയർ മെഷ് ഉണ്ട്. അടിയിൽ മേലും മെഷ് ഉണ്ട്. പിന്നെ ഫ്രണ്ടിൽ തീറ്റപ്പാത്രം. വേസ്റ്റ് ട്രേ നമുക്ക് മെയിനായിട്ട് ചില ഉപകാരം തന്നെ ക്ലീൻ ആക്കാനൊക്കെ വളരെ എളുപ്പമാണ്. വെള്ളമടിച്ച് കഴുകാനാണ്. അതുപോലെ തീറ്റപാത്രമൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ടൈപ്പ് ചെയ്തുള്ളൂ. ക്ലാമ്പാണ് ചെയ്തുള്ളൂ. അല്ലാണ്ട് നെറ്റ് ബോൾട്ടൊന്നുമല്ല. പണ്ടൊക്കെ നമ്മൾ സ്ക്രൂ ചെയ്യാറ്. അപ്പോൾ അതിന് പകരം നെറ്റ് ബോൾട്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് തൃശ്ശൂർ ജില്ലയിൽ അന്തിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ അന്തിക്കാടാണ് നമ്മൾ കൂടും കൊണ്ടുവന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മുമ്പ് നമ്മൾ ഇവർക്ക് കൂട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു 6 കൊല്ലം മുമ്പ് ഒരു കൂട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അടിയൊക്കെ പോയപ്പോൾ അടി പോയെന്നല്ല, അടിയൊക്കെ ഞാൻ തുടങ്ങി. അപ്പോൾ വേറെ ഒരു കൂടുന്ന് വേണം എന്നാണ് ചെയ്തത്. അപ്പോൾ ആൾക്ക് വെച്ചാൽ കുറേ വെറൈറ്റീസ് കോയിന് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രഞ്ജിത്ത് എന്നാണ് ആളുടെ പേര് കേട്ടോ. രഞ്ജിത്തിൻ്റെ വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ ചെയ്തുള്ളത്. അപ്പോൾ അത്യാവശ്യം നമ്മൾ ഒരു 3 കള്ളിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലേ ചെയ്തുള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ല ഹെവിയാണ്. പിന്നെ ഒന്നിക്കര 10 കൈൻ്റെ മെഷാണ് യൂസ് ചെയ്തുള്ളത്. അതുകൊണ്ട് പെട്ടെന്നൊന്നും കംപ്ലൈൻറ്റ് വരില്ല. അടിയിൽ ഞാൻ നല്ല സപ്പോർട്ടും കൊടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഓരോ കള്ളിയിൽ നമ്മൾ അടിയിൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. അരേറെ പൈപ്പിട്ട് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കണം കേട്ടോ. കണ്ടോ, നല്ല വെറൈറ്റി കോഴികളാണ് കേട്ടോ. പുള്ളിക്കോഴിയിൽ ഇപ്പോൾ ഒന്ന് അത്യാവശ്യം ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ എന്താ പറയുക, ക്രോസ് ബ്രീഡ് വരാതിരിക്കാൻ വേണ്ടി മൂപ്പര് ഒക്കെ അതിന് സെപ്പറേറ്റ് തിരിച്ചിട്ട് ഇട്ടുള്ളത്. നാടൻ സെപ്പറേറ്റ് ഉണ്ട്. പിന്നെ നമ്മൾ വേസ്റ്റ് ട്രേ ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ്. പിന്നെ വെള്ളത്തിൻ്റെ നിപ്പിള്, തീറ്റപ്പാത്രം, എല്ലാ സൗകര്യവും തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്കിത് കോഴിനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പുറത്തെവിടെ പോകാൻ ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കാനൊക്കെ സുഖമാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലില്ലെങ്കിൽ തന്നെ ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുത്താൽ സുഖമായിട്ട് തീറ്റ കൊടുക്കാനും വെള്ളം കൊടുക്കാനൊക്കെ സൗകര്യം. മേലെ ഡ്രമ്മുള്ളവരും വെള്ളം അതിന് കൊടുക്കാം. ഫ്രണ്ടിൽ തീറ്റപ്പാത്രം തുറന്നിട്ട് കൊടുക്കാം. പിന്നെ മുട്ട അടിക്ക് കൊണ്ടുവരാനോ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഒരു ഡോറ് നമ്മൾ ഇവിടെയാണ് കൊടുത്തുള്ളത്. 2 ഡോറ് 2 സൈഡിലും. സെൻട്രലിലെ കൂടിൻ്റെ ഡോറ് ഇവിടെയാണ് കൊടുത്തുള്ളത്. നടുവിലായിട്ടാണ് കൊടുത്തുള്ളത്. അവിടെ സ്പേസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് അവിടെ ഫ്രണ്ടിൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് തീറ്റപ്പാത്രം ഉള്ളതുകൊണ്ട് നമുക്കത് കോഴിനെടുക്കാനും പിടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. തീറ്റയുടെ ഡോറുള്ളതുകൊണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് സുഖമായിട്ട് പിടിക്കാനും സൗകര്യമാണ്. പിന്നെ നമ്മൾ ആ വേസ്റ്റിൻ്റെ ഡ്രോപ്പർ ഒരു കണക്ഷൻ കൊടുത്ത് തെങ്ങിൻ്റെ ഇടയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഡെയിലി വെള്ളമടിച്ച് കഴുകാം. വൃത്തിയാക്കാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ തുരുമ്പിടിച്ച് പോകുന്നുള്ള പേടിയും വേണ്ട. പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ് ട്രേ ആണ്, നല്ല ഹെവിയാണ്. അപ്പോൾ കംപ്ലൈൻറ്റും വരില്ല. നമ്മളിപ്പോൾ പ്ലാസ്റ്റിക് ആക്കിയിട്ട് തന്നെ ഇപ്പോൾ 2-3 കൊല്ലത്തിന് മേലെയുണ്ട്. 3 കൊല്ലം കഴിഞ്ഞുകൊണ്ട്. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ ഇരുമ്പ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ദ്രവിച്ച് ഒറ്റ കൊല്ലം കൊണ്ടൊക്കെ ഓട്ട കൊണ്ട് ദ്രവിച്ചു. അപ്പോൾ അത് കംപ്ലൈൻറ്റ് കുറേ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ കാരണം ആട്ടുംകൊണ്ടായാലും കോഴിക്കൊണ്ടൊക്കെ ഇത് തന്നെ ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കൊരു പേടിയും വേണ്ട, ധൈര്യമായിട്ട് യൂസ് ചെയ്യാനും പറ്റും. ഇരുമ്പിൻ്റെ വെച്ചാൽ നിങ്ങൾ എത്ര ക്ലീൻ ആക്കിയാലും ഒറ്റ കൊല്ലം കൊണ്ട് അത് ഓട്ട വീഴുന്നുള്ള ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളതൊക്കെ സ്റ്റോപ്പ് ചെയ്തിപ്പോൾ പ്ലാസ്റ്റിക് ആക്കി. ഫുള്ള് വേസ്റ്റ് ട്രേ പ്ലാസ്റ്റിക് ആക്കി. പിന്നെ ഞാൻ പറഞ്ഞില്ല, മെഷ് നല്ല ഗേജുള്ള മെഷ് യൂസ് ചെയ്തുള്ളത്. 1.10 കൈൻ്റെ മെഷ് യൂസ് ചെയ്തുള്ളത്. പിന്നെ അടിയിൽ പ്രൊട്ടക്ഷൻ മെഷും ഉണ്ട്. പിന്നെ അടിയിൽ അത്യാവശ്യം നല്ല ഹൈറ്റില്ല, ഒരു 3 അടി കാലുയരം തന്നെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു കട്ടാമിൽ വയ്ക്കുമ്പോൾ 3 അടി ഒരു 6 ഇഞ്ച് 3.5 അടിയൊക്കെ കഷ്ടി വന്നു. അപ്പോൾ മറ്റുള്ള ജീവികളെ ശല്യമൊന്നും ഉണ്ടാവില്ല.
പിന്നെ ആകെ ശല്യം എന്ന് പറഞ്ഞാൽ കാല് പിടിച്ചു വലിക്കാനുള്ളതാണ്. അതിനുള്ള നമ്മൾ പ്രൊട്ടക്ഷൻ മെഷർ അടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെല്ലാവർക്കും എത്തിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി. നമുക്ക് കേരളത്തിലെവിടെയാണ് എത്തിച്ചേരും. ട്രാൻസ്പോർട്ടിങ് ചാർജ് എക്സ്ട്രാ വരും. കൂടിന്റെ വില നമ്മൾ ഇതിൽ പറയണില്ല. ഇതിൽ പലരും ഇങ്ങനെ ഇതിന്റെ വർക്ക് ചെയ്യുന്നവർ തന്നെ ഭയങ്കര കംപ്ലൈന്റ് ഒക്കെ പറഞ്ഞു തുടങ്ങിയപ്പോഴാണ് നമ്മൾ വില പറയലൊക്കെ നിർത്തിയതാണ്. അപ്പൊ ആവശ്യക്കാരനെ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി, അല്ലെങ്കിൽ നേരിട്ട് വിളിച്ചാൽ കിട്ടില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് വർക്കിന്റെ ഇടയിലൊക്കെ വിളിച്ചാൽ കിട്ടിയെന്നൊന്നും വരില്ല. ഇപ്പൊ നമ്മള് ലോങ്ങിലൊക്കെ പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട് വരാറുണ്ട്. അങ്ങനെ വിളിച്ചാൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി. രാത്രി എന്തായാലും നമ്മൾ വാട്സപ്പ് മെസ്സേജ് ചെക്ക് ചെയ്ത് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ കൂടിന്റെ വിശേഷങ്ങൾ. നമ്മൾ അപ്പോൾ ആവശ്യക്കാരനെ വിളിച്ച് ബുക്ക് ചെയ്താൽ മതി, നമുക്ക് എല്ലായിടത്തും എത്തിക്കാൻ പറ്റും കേട്ടോ. അപ്പൊ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ വർക്കുകൾ മെയിനായിട്ട് ഇതുമാതിരി ഷെയറിങ്ങിലൂടെയാണ്. വേറെ ഒന്നല്ല, നമ്മൾ നല്ല ക്വാളിറ്റി തന്നെ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.